എനിക്ക് തോന്നുന്നത്, എനിക്ക് ഈ വിചാരം വരുന്നത് വെച്ചാൽ, ഇനിയിപ്പോൾ നമുക്ക് വളരെ പ്രായോഗികമായിട്ട് ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതത്തിലുള്ള പച്ചയായ ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. കുടുംബത്തിൽ നമുക്കുണ്ടാകുന്ന മക്കൾ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവരെ കണ്ടിൽ നടിക്കുന്നു, ഒരു ഉപേക്ഷാഭാവം ഉണ്ടാകുന്നു. അവരിൽ അതുപോലെ മുതിർന്ന ആളുകളിലുണ്ടാകുന്ന പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഇങ്ങനെയുള്ള മക്കളൊക്കെ ദൂരദേശങ്ങളിൽ ചെന്ന് താമസിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാനസിക സംഘർഷം, ഇതിനെ ആധ്യാത്മികമായ കാഴ്ചപ്പാടിലൂടെ എങ്ങനെയാണ്, ആധ്യാത്മികമായ രീതിയിൽ എങ്ങനെ നമുക്ക് ഒരു പരിഹാരത്തേക്ക് പോകാം എന്ന് എനിക്ക് തോന്നുന്നു. കണ്ടമംഗലം ശ്രീ പരമേശ്വരൻ നമ്പൂതിരി നമുക്കൊരു നിർദ്ദേശം നൽകുമെന്ന് വിചാരിക്കുന്നു. നഖനിയമിതകണ്ഡൂൻ പാണ്ഡവസ്യന്ദനാശ്വാൻ അനുദിനമഭിഷിഞ്ജൻ അഞ്ജലിസ്ഥൈഃ പയോഭിഃ അവതു വിതതഗാത്ര തോത്രസംസ്യൂതമൗലി ദശനവിധൃതരശ്മി ദേവകീ പുണ്യരാശി. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറേ നേരെ നിങ്ങളങ്ങനെ നോക്കിയിരിക്കണം. നിങ്ങളങ്ങനെ മസിൽ പിടിച്ചിരിക്കണം മതി എനിക്ക് തോന്നുന്നത്. ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും എല്ലാവരും. അങ്ങനെ എന്താ പറയുക, വളരെ ഗൗരവമുള്ള വിഷയമാണ് ചർച്ച ചെയ്യണത്. പക്ഷേ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നു വേണ്ട, ഒന്ന് ഫ്രീ ആയിട്ടിരിക്കും എല്ലാവരും. ഒന്ന് ഫ്രീ ആയിട്ടിരുന്നേ. കാരണം നമ്മളുടെ ചർച്ചയിൽ ഇപ്പോൾ കാനപ്പുറം പറഞ്ഞത്, നമുക്കതിൻ്റെ സിദ്ധാന്തപരമായ വശങ്ങൾ, ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് അതിൻ്റെ പ്രയോഗമാണ്. അപ്പം നമ്മുടെ ഒരു സാധാരണ ജീവിതത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന ധർമ്മങ്ങൾ ആചരിക്കുക? പിന്നെ ആരാണ് വാനപ്രസ്ഥം എന്നൊക്കെ ചോദിച്ചു അല്ലേ? ഇപ്പോൾ സാധാരണ പറയും, നമുക്ക് മക്കളൊക്കെ ഉണ്ടായി, മക്കൾക്ക് ഏകദേശം സ്വന്തം കാലിലൊക്കെ നിൽക്കാറായി കഴിഞ്ഞാൽ പിന്നെ ഏകദേശമൊക്കെ നമ്മളുടെ വാനപ്രസ്ഥം തുടങ്ങിയെന്ന് നമുക്ക് വിചാരിക്കാം. പറഞ്ഞാൽ മനസ്സിലായോ? മക്കളൊക്കെ വലുതായി, അവർക്ക് അത്യാവശ്യം സ്വന്തം കാര്യമൊക്കെ ചെയ്യാറായി. പിന്നെ നമ്മളത് ഏകദേശം 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ജീവിതമാണ് ഏകദേശം, ഞാൻ കൃത്യമായിട്ട് പറയല്ല, ഏകദേശം ഈ ആശ്രമത്തിൽ വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു 50 വയസ്സിന് ശേഷമുള്ള നമ്മുടെ കുടുംബജീവിതത്തിൽ സിദ്ധാന്തങ്ങളും ശാസ്ത്രങ്ങളൊക്കെ ഞാൻ ഇഷ്ടംപോലെ വായിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് സംസ്കൃത ശ്ലോകങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു 50 വയസ്സിന് ശേഷം എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് ചോദിക്കുമ്പോൾ അതിന് വളരെ കൃത്യമായ മറുപടി, ഒരു സംശയവുമില്ലാത്ത മറുപടി നമുക്ക് ഭാഗവതത്തിലും അതുപോലെ ഭഗവത്ഗീതയിലും ഇഷ്ടംപോലെ ശ്ലോകങ്ങളിൽ കാണാം. ഇഷ്ടംപോലെ ശ്ലോകങ്ങളാണ്. ഞാൻ അധികം ശ്ലോകങ്ങളൊന്നും ചൊല്ലുന്നില്ല, കാരണം സംസ്കൃതം പലർക്കും അറിയാത്തതുകൊണ്ട് മലയാളത്തിൽ പറയായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു 50 വയസ്സിന് ശേഷമുള്ള ജീവിതം ആലോചിച്ചു. നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ആ പ്രശ്നങ്ങളെ നേരിടുന്നത്? ഇതാണല്ലോ നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഭഗവാൻ ഉദ്ധവനോടൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി വളരെ ലളിതമായിട്ട് പറയുന്നത്, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഭാഗവത ധർമ്മമാണ് നമുക്ക് ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഈ ഭാഗവത ധർമ്മം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണോ? അതിന് ശാസ്ത്രം പഠിക്കണോ, വ്യാകരണം പഠിക്കണോ, ന്യായം പഠിക്കണോ? ഒന്നും ആവശ്യമില്ല എന്നാണ് ഭാഗവതം വായിച്ചപ്പോൾ ഭഗവാൻ നമ്മളോട് പറഞ്ഞു തരുന്നത്. ഭാഗവത ധർമ്മങ്ങൾ ജീവിതത്തിൽ ശീലിക്കുവാൻ നമ്മൾ പണ്ഡിതനാവേണ്ട, ഒരു ശാസ്ത്രവും നമ്മൾ പഠിക്കേണ്ടതില്ല. പ്രത്യേകിച്ചതിന് ഒരു യോഗ്യതയൊന്നും ആവശ്യമില്ല. പറയണ മനസ്സിലാവുന്നുണ്ടോ? ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? എന്ത് മനസ്സിലായി? പലർക്കും ഒരു ധാരണയുണ്ട്, നമ്മൾ എന്തെല്ലാമോ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചാലാണോ ഈ ഭാഗവത ധർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലിക്കാൻ പറ്റുക. ഭഗവാൻ വളരെ വ്യക്തമായിട്ട് ഉദ്ധവനോട് പറയുന്നുണ്ട്. അഞ്ചഹ എന്നൊരു പദമുണ്ട്. ഞാൻ അധികം സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കില്ല. അഞ്ചഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ എളുപ്പത്തിൽ ആർക്കും ജീവിതത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താ ഈ ഭാഗവത ധർമ്മം? അത് മനസ്സിലായി. അതായത് വാനപ്രസ്ഥൻ്റെ ആ ജീവിതകാലത്ത് നമുക്ക് പ്രയോഗത്തിൽ ചെയ്യാവുന്ന എല്ലാ ധർമ്മങ്ങളും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അതിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ആര് പറയുന്നില്ല, ഭാഗവതത്തിൽ എവിടെയും പറയണില്ല. വളരെ എളുപ്പമാണെന്ന് അർത്ഥം. അപ്പോൾ ശ്രോതാക്കൾക്ക് സംശയം ഉണ്ടാവുന്നത് അങ്ങനെയാണ്, ഇതെന്താണ് അല്ലേ? അതെന്താണ് ഈ ഭാഗവത ധർമ്മം എന്ന് പറയുന്നത്?
അപ്പോൾ ഭഗവാൻ അതിന് ഭാഗവതത്തിൽ വേദവ്യാസ മഹർഷിയുടെ മറുപടി പറയുന്നുണ്ട്. ഏവൈ ഭഗവതാ പ്രോക്ത ഉപായ ഹ്യാത്മലബ്ധയെ അഞ്ച പുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതൻ. ഇതാണ് എൻ്റെ കൃത്യമായ നിർവചനം. എന്താണ് ഇതിൻ്റെ അർത്ഥം? എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഇപ്പം ഞാനിപ്പോൾ അടുത്ത് റിട്ടയറൊക്കെ ആയിട്ടിപ്പോൾ റിട്ടയർഡ് ജീവിതമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം സംസ്കൃതത്തിലൊരു ശ്ലോകം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇല്ലത്തെ അവിടെ ഇരിക്കും. എന്നിട്ട് രാവിലെ ഒരു ശ്ലോകമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ 2 ദിവസം മുഴുവൻ തന്നെ ഇരിക്കും. അപ്പം ഇതിനകത്ത് ഭഗവാൻ പറയുന്നത്, അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി പറയുന്നത്, ഏവൈ ഭഗവതാ പ്രോക്ത ഉപായ ഹ്യാത്മലബ്ധയെ, ആത്മലാഭത്തിന് വേണ്ടി ഭഗവാനാൽ പറയപ്പെട്ട ഉപായങ്ങൾക്കാണ് ഭാഗവത ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതെവിടെ കിട്ടും? ഒന്നുകിൽ ഭഗവത്ഗീത വായിച്ചാൽ മനസ്സിലാവും. 18 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ഭാഗവത ധർമ്മങ്ങളും പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിൽ ഭാഗവതത്തിലുള്ള ഉദ്ധവോപദേശം വളരെ എളുപ്പമാണ്. പലരും പറയാറുണ്ട്, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏകാദശം വളരെ ബുദ്ധിമുട്ടാണെന്ന് ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ എത്രയോ കാലമായി ഭാഗവതം വായിക്കുന്നു. വളരെ ലളിതമായ ഒരു ഭാഷയിലാണ് ഭഗവാൻ ഏകാദശത്തിൽ ഉദ്ധവനോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ? അതായത് ഈ ഭരതനൊരു കഥ പറയുന്നുണ്ട് ഭാഗവതത്തിൽ. അപ്പോൾ ഭരതനൊരു കഥ പറയുന്ന സമയത്ത് രഘുഗണനെ കാണുന്ന സമയത്ത് പറയുന്നുണ്ട്, ഈ ആത്മാവും ആത്മാവല്ലാത്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഈ ആത്മാവിനെ എന്ത് ബാധിക്കുന്നില്ല? രോഗങ്ങളൊന്നും ബാധിക്കുന്നില്ല. ആത്മാവിന് ശോകമില്ല, മോഹമില്ല, ദുഃഖങ്ങളില്ല. അപ്പോൾ ആത്മാവിനെ പറ്റി നമ്മളിടയ്ക്ക് ചിന്തിക്കുമ്പോൾ, ഞാൻ ആത്മാവാണ്, ഞാൻ ശരീരമല്ല എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഒന്നാമത്തെ പടിയായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമുക്കിപ്പോൾ വാർദ്ധക്യകാലത്തുണ്ടാകുന്ന വലിയൊരു പ്രശ്നം രോഗങ്ങളാണ്. അപ്പോൾ ഭരതൻ രഘുഗണനോട് പറയുന്നുണ്ട്, ഈ ആത്മാവിനെ ഒരു രോഗവും ബാധിക്കുന്നില്ല. രോഗമാരെയാണ് ബാധിക്കുന്നത്? ശരീരത്തിനെയോ മനസ്സിനെയോ ആണല്ലേ. അതുപോലെ ജീവിതത്തിലെ ഒരു ദുഃഖങ്ങളും വാസ്തവത്തിൽ ആരെ ബാധിക്കുന്നില്ല? നമ്മുടെ ഉള്ളിലുള്ള ആ ജീവാത്മാവാകുന്ന ആ ആത്മചൈതന്യത്തെ ബാധിക്കുന്നില്ല. അതുകൊണ്ടല്ലയോ രഘുഗണ, ഇതറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങക്ക് ജീവിതം വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നുണ്ട്? കപിലവാസുദേവർ പറയുന്നൊരു ശ്ലോകത്തിൽ, ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനിധി. ഞാൻ വായിച്ചു നോക്കിയിട്ടാട്ടോ സംസാരിക്കണത്. അമൃത TV ആണ് എന്നെ വളരെ കൃത്യമായ സമയത്തിൽ കാര്യങ്ങൾ പറയാൻ എന്നെ പഠിപ്പിച്ചത്. അമൃത TV ആണ്. എന്നോട് പറഞ്ഞു, ജന്മാദ്യസയുടെ അർത്ഥം 5 മിനിറ്റ് കൊണ്ട് പറയണം. ഞാൻ പറഞ്ഞു, ഇങ്ങനെ നാരായണീയത്തിൽ എല്ലാ ശ്ലോകങ്ങളുടെയും അർത്ഥം 5 മിനിറ്റ് കൊണ്ട് പറയാൻ പറഞ്ഞപ്പോൾ എല്ലാ ശ്ലോകങ്ങളുടെയും അർത്ഥം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ അമൃത TVയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വായിച്ചു നോക്കുന്നുണ്ട്, അധികം നീട്ടുന്നില്ല. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന തേജസ്സോടെ ഒരാത്മശക്തി ഇരിക്കുന്നുണ്ട്, അല്ലേ? സൂര്യനേക്കാൾ പ്രഭയുണ്ട്, ചന്ദ്രനേക്കാൾ പ്രഭയുണ്ട്, അവിടെ നക്ഷത്രങ്ങളൊന്നും പ്രകാശിക്കുന്നില്ല എന്ന് നമ്മളൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരും ആരാണ്? ആ ജീവചൈതന്യമല്ലേ, അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ശരീരത്തെപ്പറ്റി വെറുതെ എന്തിനാണ് ചിന്തിക്കണത്? ശരീരത്തെപ്പറ്റി എപ്പോഴാണോ ചിന്തിക്കുന്നത്, ഭഗവാൻ പറയും, അപ്പോൾ നിങ്ങൾക്ക് ദുഃഖം വരും. പിന്നെ നമുക്ക് വീടുണ്ടല്ലേ, നിങ്ങൾ വീടിനെപ്പറ്റി എപ്പോൾ ചിന്തിക്കാൻ തുടങ്ങുന്നുവോ അപ്പോൾ നിങ്ങൾക്ക് ദുഃഖം വരും. ഭാര്യയെ പറ്റിയോ ഭർത്താവിനെ പറ്റിയോ മക്കളെ പറ്റിയോ ധനത്തെ പറ്റിയോ നിങ്ങൾ എപ്പോഴാണോ ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നിങ്ങളുടെ മനസ്സ് കലുഷമായി തീരും. ഉദ്ധവനോട് ഭഗവാൻ പറയുകയാണ്, അതുകൊണ്ട് ആരെ മാത്രം ചിന്തിച്ചാൽ മതി? ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. പണ്ട് ശാരദാദേവിയോട് ഒരാൾ ചോദിച്ചിരുന്നു. ശാരദാദേവിയോട് ചോദിച്ച ചോദ്യം ഇതാണ്, എങ്ങനെയാണ് ഈ ഭാഗവതധർമ്മം എപ്പോഴും ശീലിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ശാരദാദേവി മറുപടി പറഞ്ഞു, നാമം ജപിച്ചാൽ മതി എന്നാണ് അമ്മ മറുപടി പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, എപ്പോഴും നാമം ജപിക്കുക. പ്രഹ്ലാദനോട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, നിന്നെ അങ്ങനെ കൊല്ലാൻ വന്ന സമയത്ത് നീ വളരെ നമ്മൾ പറയില്ല കൂളായിട്ടിരിക്കാൻ എങ്ങനെ സാധിച്ചത്? അപ്പോൾ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, എന്ത്? നാരായണ ഹരേ ജഗൽപതേ എന്നുള്ള നാമമാണ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ ഒരു 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരോടൊക്കെ, ഞാനും അതിൽ പെട്ടയാളാണ് കേട്ടോ. അപ്പം നമുക്ക് പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്ന ഒരു കാര്യം, എപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കുക. പിന്നെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ നാട്ടിലോ നടക്കുന്ന മോശമായ ഒരു കാര്യങ്ങളും എവിടേക്ക് നിക്ഷേപിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ പറയണത്?
എൻ്റെ ഭാഷ ലളിതമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാൻ ഉദ്ധവനോട് പറയുന്നു, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും എവിടെ ഇടാൻ പാടില്ല? മനസ്സിലേക്ക് ഇടാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയവും നമ്മുടെ മനസ്സിലേക്ക് ഇടരുത്. മനസ്സ് എന്തല്ല? വേസ്റ്റ് ഇടാനുള്ള പാത്രമല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കാര്യം മനസ്സിലായല്ലോ അല്ലേ? അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തോ നടന്നോട്ടെ, നമ്മുടെ വീടൊന്നും നേരെയാക്കാൻ നമ്മളെക്കൊണ്ട് പറ്റില്ല. നമ്മുടെ ഭാര്യയെയോ ഭർത്താവിനെയോ കുഞ്ഞുങ്ങളെയോ ഒന്നും നേരെയാക്കാൻ നമ്മളെക്കൊണ്ടാവില്ല. അതൊന്നും നമ്മൾ ഏൽപ്പിച്ചിട്ടുമില്ല. നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി. നേരത്തെ ഇവിടെ ധർമ്മത്തെ പറ്റി പറഞ്ഞു അല്ലേ? ധർമ്മം ശീലിച്ചുകൊണ്ട് നമുക്ക് ഭാഗവതം വായിക്കാമല്ലോ അല്ലേ? ഇപ്പം നോക്കൂ, ഞാനിവിടെ വന്നിരുന്നിട്ട് ഞാൻ ഇപ്പോഴാണ് എൻ്റെ വീടിനെ പറ്റി ആലോചിക്കുന്നത്. ഞാൻ കുറേ ദിവസം ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ നിങ്ങളൊക്കെ അങ്ങനെയായിരിക്കും. നമ്മൾ വീടിനെ പറ്റി ചിന്തിക്കണില്ല, ഒന്നിനെ പറ്റിയും ചിന്തിക്കണില്ല. നമുക്ക് ഭാഗവതം കേൾക്കാനും വായിക്കാനും മാത്രമേ സമയമുള്ളൂ അല്ലേ? അതുകൊണ്ട് ഭഗവാനെ സ്മരിക്കുക, ഭാഗവതം വായിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അതിൻ്റെ പ്രയോഗതലമാണ് ഞാൻ സംസാരിച്ചത്.